കാറുകാരൻ ബേക്കും ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. ചേട്ടനെ അങ്ങോട്ട് പോലെ ആ കാറുകാരൻ നിൽക്കട്ടെ. സൈഡിൽ പൊക്കോളും തോന്നുന്നല്ലേ. ഞാൻ വയനാട്ടിലെ തോണിച്ചാലിൽ നിന്ന് പട്ടാണിക്കുപ്പ് പള്ളിയിലോട്ട് വരുന്ന വഴിക്കാണ് കുറിച്ചിപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം വേഗത്തിൽ ഞാനിന്ന് രാവിലെ 6:25 ഇറങ്ങി വരുമ്പം കുറച്ച് ആളുകൾ ഒരാനയെ കാട്ടാനയെ ഓടിച്ച് വിടുകയാണ്. നോക്കുമ്പം ഒരാന എൻ്റെ നേരെ വരുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. ആകെയുള്ളൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂരുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആനയൊക്കെ കണ്ട് കുറച്ച് പരിചയമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നല്ല. ആന എൻ്റെ അടുത്തേക്ക് നേരെ വരുന്നു. അല്പം ഞാൻ വണ്ടി പുറകോട്ടെടുക്കാൻ നോക്കി. പക്ഷേ ഒത്തിരി ദൂരം പുറകോട്ട് പോകാൻ എളുപ്പമല്ല, കയറ്റവും കൂടെയാണ്. ഞാൻ പതുക്കെ വണ്ടി ഒന്ന് സൈഡിലോട്ട് ചെന്ന് ഒതുക്കി നിർത്തി. ആന അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ച് അവിടെ ആയിരുന്നു. മഹാത്ഭുതം, ദൈവം എന്നെ പരിപാലിച്ചു. പരിക്ക് പറ്റാതെ ആന അടുത്തോടെ വന്നു. ഒന്ന് പ്രതിഷേധത്തിൻ്റെ ആംഗ്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും ഒരു അപകടവും വരുത്താണ്ട് അത് കടന്നു വരും. ദൈവത്തിൻ്റെ മഹാത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ദൈവം എന്നെ പരിപാലിച്ചു. ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു പേടി തോന്നി. കാരണം ഒന്ന്, ആന നേരെ വരുന്നു. രണ്ട്, നമ്മുടെ അടുത്തേക്ക് വരുവാണ്. നമുക്കൊന്ന് ഒഴിഞ്ഞു മാറാനോ ഒരു സ്പേസ് അവിടെ ഇല്ല. സ്വാഭാവികമായിട്ടൊരു ഭയം തോന്നി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഭയത്തിൽ നിന്ന് എനിക്ക് അതിജീവിക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ വണ്ടി ഓടിച്ച് ഞാൻ അലേർട്ടായിട്ടാണ് നിന്നേ. ആന അങ്ങ് കടക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ച് പോരുകയാണ് ചെയ്തത്. ഒറ്റയ്ക്കുള്ളായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ സമയമായിരുന്നല്ലോ. പിന്നെ വന്നിവിടെ പട്ടാണിക്കുപ്പ് പള്ളിയിൽ കുർബാനയൊക്കെ ചൊല്ലി ദുഃഖങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് ചെയ്തത്. കാറുകാരൻ ബേക്കും ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. ചേട്ടനെ അങ്ങോട്ട് പോലെ ആ കാറുകാരൻ നിൽക്കട്ടെ. സൈഡിൽ പൊക്കോളും തോന്നുന്നല്ലേ. ഭാഗ്യട്ടോ. ജീവൻ കത്തിയിട്ടുണ്ടോ? പിന്നെ